ഡ്രോയിങ്ങിൽ ബിഗിനേഴ്സ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏതാണ് ബെസ്റ്റ് ഡ്രോയിങ് പേപ്പർ? ഡ്രോയിങ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് പേപ്പർ ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ബെസ്റ്റ് പേപ്പർ ഫോർ ഡ്രോയിങ്, അതിന്റെ ഉത്തരം ഇവിടെ ഇരിക്കുന്ന കുറെ ഡ്രോയിങ്ങുകൾ ഉണ്ട്. ഐവറി ഷീറ്റിൽ വരച്ചൊരു പിക്ചർ ആണിത്. ഐവറി ഷീറ്റ് ഒരു എക്സാമ്പിൾ. ഈ പിക്ചർ കൊള്ളാലോ, ഓക്കെ ആണ്, ബെസ്റ്റ് പിക്ചർ ആണ്. ഐവറി ഷീറ്റ്, ഐവറി ഷീറ്റ്, ഐവറി ഷീറ്റ്. യെസ്, ഇത് ബ്രിസ്ട്രോ ബ്രാൻഡിന്റെ സ്മൂത്ത് ആയിട്ടുള്ള പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഐവറി ഷീറ്റ്, ഐവറി ഷീറ്റ്. ഇത് ഫാബ്രിയാനിൽ വരച്ച ചിത്രമാണ്. സോ സിമ്പിൾ, ഞാൻ കൺഫ്യൂസ് ഒന്നും ആക്കുന്നില്ല. ബിഗിനേഴ്സിന് സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും നല്ലത് ഐവറി ഷീറ്റ് ആണ്. അത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്ന കാര്യമാണ്. അതെൻ്റെ എന്താ പറയുക, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനുമാണ്. അത് സത്യമാണെന്ന് ചിലപ്പോൾ ഇല്ല, പക്ഷെ എൻ്റെ ഇത്രയും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഇത്ര പേരെ പഠിച്ചതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, കുറേ മെറ്റീരിയൽസ് ഞാൻ ട്രൈ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത് ഐവറി ഷീറ്റ്. കോസ്റ്റ് വൈസ് ഓൾസോ, ടെക്സ്ചർ വൈസ് ഓൾസോ. കാരണം ഇതിന് ഒരു നല്ല സ്മൂത്ത് സർഫസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്ത് ആണോ, പെൻസിൽ തെന്നിപ്പോകുന്ന സ്മൂത്ത് ആണോ, അത്രയും സ്മൂത്ത് അല്ല. അതിൽ നിങ്ങൾ നല്ല ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബ്രാൻഡ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഫാബ്രിയാന നല്ല ബ്രാൻഡാ, ക്യാൻസൺ നല്ല ബ്രാൻഡാ, ഇന്ത്യൻ ബ്രാൻഡ് പറയുകയാണെങ്കിൽ അനുപം നല്ല ബ്രാൻഡാ, സ്കോളാർ നല്ല ബ്രാൻഡാ. ബ്രാൻഡുകളെക്കാൾ ഉപരി നല്ല പേപ്പർ ചൂസ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ് ഞാൻ പറഞ്ഞുതരാം. ചിലർക്ക് സ്മൂത്ത് പേപ്പറിൽ വരയ്ക്കുമ്പോൾ പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടും, ചിലർക്ക് നല്ല റഫ് പേപ്പറിലായിരിക്കും, ചിലർക്ക് മീഡിയം സർഫസിലായിരിക്കും. എനിക്ക് പേഴ്സണലി ഒരു 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 സ്മൂത്ത് സർഫസിൽ വരയ്ക്കുമ്പോഴാണ് എനിക്ക് ഇഷ്ടം. കാരണം അങ്ങനത്തെ ഒരു ടെക്സ്ചർ എനിക്ക് ഇഷ്ടം. നിങ്ങളുടെ ഡ്രോയിങ്ങിന്റെ ഫൈനൽ ഔട്ട്പുട്ട് കുറച്ച് റഫ് ആയിട്ടുള്ള പേപ്പർ ആണെങ്കിൽ റഫ് ആയിട്ടുള്ള പേപ്പർ ചൂസ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് പേപ്പറിന്റെ GSM ശ്രദ്ധിക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 130 എബോവ് GSM. GSM എന്ന് ഉദ്ദേശിക്കുന്നത് പേപ്പറിന്റെ കട്ടിയാ. ഒരുപാട് കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിന് ക്വാളിറ്റി ഉണ്ടാവില്ല. പ്രാക്ടീസ് കഴിഞ്ഞ് മാസ്റ്റർ പീസ് ചെയ്യുമ്പോഴാണ് ഈ ബെസ്റ്റ് പേപ്പറിന്റെ ഡൗട്ട് നമുക്ക് വരുള്ളൂ. ആ സമയത്ത് പേപ്പർ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. നമ്മുടെ സ്റ്റുഡൻറ് ചെയ്ത ഒരു ആർട്ട് വർക്കാണ്. ഇതെന്തുകൊണ്ടാണ് പകുതിക്ക് വെച്ച് നിർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേപ്പറിന്റെ ക്വാളിറ്റി പ്രശ്നമാണ്. ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വരച്ചൊരു ചിത്രമല്ല, ഇതൊരു മാസ്റ്റർ പീസ് ആർട്ട് വർക്കിന് വേണ്ടി വരച്ച ചിത്രം. ഏറ്റവും ബെസ്റ്റ് ആക്കണം എന്ന് വിചാരിച്ച് അത്രയും ബോക്സ് ഒക്കെ വരച്ച് അത്രയും കഷ്ടപ്പെട്ട് വരച്ച ചിത്രമാണ്. പക്ഷെ വരച്ച് കുറച്ച് എത്തിയപ്പോഴേക്കും ഷെയ്ഡിന് ഡെപ്ത് കിട്ടുന്നില്ല, ഇറേസ് ചെയ്യുമ്പോൾ പേപ്പർ കീറിപ്പോകുന്നു എന്നുള്ള ഇഷ്യൂസ് ഉണ്ട്. പിന്നെ എന്താ ഒരു പഞ്ഞൊക്കെ തൊടുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും കുറച്ച് പഴയ പേപ്പർ, പഴയ സ്റ്റോക്കാണ്. ഇത് സെയിം വരച്ച ആർട്ടിസ്റ്റ് നല്ല പേപ്പറിൽ വരച്ചത്. സോ പറഞ്ഞു വന്നത്, നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പേപ്പറിനെ കുറിച്ച് ബോധർ ചെയ്യേ വേണ്ട. കറക്റ്റ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് പഠിക്കുക. പക്ഷേ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യുന്ന പേപ്പറിന്റെ ക്വാളിറ്റി നോക്കുക, GSM നോക്കുക. അപ്പം ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ പഴയ സ്റ്റോക്ക് എടുക്കാതിരിക്കുക.